ഹായ് ഓൾ, മറ്റൊരു ഫോറക്സ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കോളിൽ ഡിസ്കസ് ചെയ്തിരുന്നത് മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു സോണിൽ നിന്നപ്പോഴാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞതാണ് നമുക്ക് ഈ ഒരു സോൺ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യം. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിക്ക് ബുള്ളിഷ് ആവാനുണ്ടായിരുന്നത് കഴിഞ്ഞ വീക്കിൽ. ഇപ്പോഴും മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് ഒരു റിവേഴ്സൽ ആവാനുള്ള പ്രോബബിലിറ്റി ഇതുവരെ പറയാനായിട്ട് പറ്റിയില്ല. സ്റ്റിൽ നമുക്ക് ഈ ഒരു ഹൈ റീജിയൻ റിജക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. സോ അഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്ക് നമുക്കൊരു സ്വിംഗ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് സ്വിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഈ ഒരു OT ലെവലൊക്കെ വരെ മാർക്കറ്റിനെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഈ ലെവൽ വന്ന് ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മാർക്കറ്റ് താഴത്തോട്ട് ഈ കണക്ഷൻ തരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇനി കമ്മിങ് വരുന്ന ദിവസങ്ങളിൽ നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് യൂറോ USD എന്താണ് വ്യൂ എന്നുള്ളത് നോക്കാം. യൂറോ USD നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റ് വീക്സിലൊക്കെ ആയിട്ട് യൂറോ USD നല്ല രീതിക്ക് കറക്ഷൻ തന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു റീജിയനിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിക്ക് റിക്കവർ ചെയ്യാനുള്ള പ്രോബിലിറ്റി കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു സോണിൽ നിന്നൊക്കെ ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്നൊക്കെ മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അത് നോക്കണം. മാർക്കറ്റിൽ ലൈവായിട്ട് ഉള്ള മാർക്കറ്റിലായിരിക്കും നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ എനിക്ക് യൂറോ USD ഒരു ബുള്ളിഷ് വ്യൂ, ഗോൾഡ് ഒരു കറക്ഷൻ വ്യൂ ആണ്. നമുക്ക് ബെയറിഷ് വ്യൂ എന്ന് പറയാൻ എനിക്ക് ആയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ താഴേക്കുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തിയാൽ മാത്രമാണ് നമുക്കത് ബെയറിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ സ്റ്റിൽ ആ ഒരു ബുള്ളിഷ്നെസ് ഇപ്പോഴും കാണാനായിട്ട് പറ്റും. സോ ഇതാണ് ഓവറോൾ എനിക്ക് ഉള്ള വ്യൂ. GBP JPY കാര്യമായ വ്യൂ ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഫീൽ ചെയ്യുന്നില്ല മാർക്കറ്റിൽ. അപ്പൊ ഇതാണ് ഈ വീക്കിലെ അനാലിസിസ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.